നോട്ട് പ്രതിസന്ധിയിൽ കെഎസ്ആർടിസിയിലും നഷ്ടം. കെഎസ്ആർടിസിക്ക് 30 കോടിയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകുമെന്നും മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, പറയൂ. സുരാജ്, സാധാരണ നിലയിൽ തന്നെ KSRTC ഓരോ മാസവും ലോൺ ഉൾപ്പെടെയുള്ള വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവഴിയാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ നോട്ട് അസാധുവാക്കിയതിന് ശേഷം വലിയ പ്രതിസന്ധിയിലേക്കാണ് KSRTC കൂപ്പുകുത്തിയിരിക്കുന്നത്. മുമ്പെങ്ങും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ KSRTCക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. ദിവസങ്ങളായി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ജീവനക്കാർ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും മറ്റ് ജില്ലാ സഹകരണ ബാങ്കുകളും ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തുകൊണ്ട് വായ്പയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും നോട്ട് അസാധുവാക്കിയതിനു ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി മൂലം വായ്പ കൃത്യമായി ലഭിക്കുന്നില്ലെന്നാണ് എ.കെ. ശശീന്ദ്രൻ പറയുന്നത്. ഇതിനായി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഇതിനായി ബാങ്കുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ചക്കകം നിലവിലെ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ശരി, സിജു കണ്ണനാണ് കോഴിക്കോട് നിന്നും ഈ വിവരങ്ങൾ പങ്കുവച്ചത്.